വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇവിടെ ഇതിപ്പോൾ ഒരു ഈവനിങ് 7 മണിയായിട്ടോ. ഞങ്ങൾ ഡ്രസ്സ് പുറത്തിടാൻ പോണതാണ്. ഈ സമയത്താണ് ഞങ്ങൾ ഡ്രസ്സ് ഇടാറ്. കാരണം പകലൊക്കെ നല്ല വെയിലും കാറ്റൊക്കെ കാരണം ഡ്രസ്സ് ഇട്ടാൽ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ പറന്നു പോകും, ഇല്ലെങ്കിൽ ഡ്രസ്സ് മൊത്തം നിറയ്ക്കും. അത് കാരണം ഞങ്ങൾ ഈവനിങ് ഈ സമയത്താണ് ഇടാറ്. പിറ്റേ ദിവസം രാവിലെ തന്നെ എടുക്കും. ഇതൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. കാരണം ഞാനിപ്പോൾ വ്ളോഗ് തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസമായിട്ടുള്ളൂ. യൂട്യൂബ് ചാനൽ 1 മാസമായിട്ടുള്ളൂ. പക്ഷേ എൻ്റെ വ്യൂസ് നല്ല രീതിയിൽ കുറഞ്ഞ് വരുന്നുണ്ട്. വ്യൂസ് ടോട്ടൽ വ്യൂസ് കേട്ടോ, വാച്ചിങ് ടൈം. അത് എന്താ പ്രോബ്ലം എന്ന് എനിക്കറിയില്ല. പിന്നീടാണ് എൻ്റെ ഒരു കൂട്ടുകാരി, എൻ്റെ ഒരു വീടിനടുത്തുള്ള കുട്ടി എനിക്ക് പറഞ്ഞു തന്നത്. അത് നമ്മൾ ഡെയിലി ഒന്നില്ലെങ്കിൽ വ്ളോഗ് ചെയ്യണം, ഇല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ നമ്മൾ വ്ളോഗ് ചെയ്യണമെന്ന്. സത്യം പറഞ്ഞതിനുള്ള ടൈം നമുക്കില്ല. ഒരു ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റ് എനിക്ക് 2 ദിവസം പിടിക്കും. കാരണം കൊച്ചും അവൾ സമ്മതിക്കില്ല മൊബൈൽ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ മൊത്തത്തിൽ ആകെ ഒരു സീനായിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ കുഞ്ഞു വീഡിയോ ഇടാമെന്ന് വെച്ചിട്ട് പേരിലൊന്ന് വീഡിയോ ഇടണമെന്നുള്ളൂ. അപ്പം നമ്മളിതിപ്പോൾ സഫീർ മാളിലേക്ക് വന്നേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സഫീർ മാളിൽ എത്തിയിട്ടാ. സുജാച്ചാണനും ചുണ്ടും കൂടി പോയി, ഞാൻ പോയില്ല. ഞാൻ പുറത്ത് തുണിയിടാൻ വേണ്ടി വന്നതാ. അപ്പോൾ അവിടെ നിന്ന് ചുമ്മാ അങ്ങോട്ട് അങ്ങനെ ഇറങ്ങി. അവള് റൂമിൽ ഞങ്ങൾ രാവിലെ വൈകുന്നേരം ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കല്ലേ. അപ്പം അത് കാരണം പുറത്ത് ഇടയ്ക്ക് ചിലപ്പോൾ ആർക്കി പോയിരിക്കും, ഇല്ലെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ കയറി കുറച്ച് നേരം നടക്കും. അവർ പോയി. ഞാൻ റൂമിൽ ഡ്രസ്സിലിട്ടുണ്ടാവുന്നത്, അത് കാരണം ഞാൻ പിന്നെ ഇറങ്ങിയില്ല. അവർ പോയേക്കാം. നമ്മൾ കൊണ്ടാട്ടം മുളകില്ലേ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കഴിക്കാനായിട്ടൊരു വശം. അപ്പം ഞങ്ങളത് മാത്രം, അതും പിന്നെ കുറച്ച് തൈര് അതൊക്കെ സാധനം മാത്രമേ ഉള്ളൂ. കുറേ സാധനങ്ങളില്ല, അല്ലെങ്കിൽ ഞാൻ വിളിച്ച് തന്നെ. അപ്പം അവർ വാങ്ങിച്ചിട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്നു. ഞാൻ ഈ ഒരു പടം വരയ്ക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടറുടെ പടമാണ് വരയ്ക്കാൻ പോണേ. അപ്പം ഇന്നോട്ട് തുടങ്ങുകയാണ്. ശരിയാവുമെന്നറിയില്ല. എന്ന് വെച്ചാൽ ഇപ്പം വരയ്ക്കാൻ കുറേ സമയം എടുക്കുന്നുണ്ട്. 2 ആഴ്ചയൊക്കെ പിടിക്കുന്നുണ്ട്. കാരണം ഇപ്പം മുമ്പെന്നൊക്കെ 1 ദിവസം കൊണ്ട് നമ്മളിങ്ങനെ ഇരുന്ന് അതിന് വേണ്ടി മാത്രമായിട്ട് നോക്കലും. ഇപ്പം ഇവളുള്ള കാര്യം ഇവളെ നോക്കണം, എല്ലാം കൂടി പറ്റണില്ല. പിന്നെ കുറച്ച് ദിവസം ഭയങ്കര ക്ഷീണം, തളർച്ച, വയ്യ, സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് തുടങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് വരയ്ക്കാമെന്ന് വെച്ചിട്ട്. ഞാൻ വരച്ച് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ കുറച്ച് ഐറ്റംസും പേപ്പർ, നല്ല കട്ടിയുള്ള പേപ്പർ വേണം ഡ്രോയിങ്ങിന്. അപ്പം അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പെൻസിൽ, ഇതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്ന് വീഡിയോ ഒക്കെ ഇടാമെന്ന് വെച്ചു. പക്ഷെ പറ്റിയില്ല. വാങ്ങിച്ച സമയത്ത് ഇവൾ കിടന്ന് ഓടി കിടക്കുമായിരുന്നു. അപ്പം അത് കാരണം എനിക്ക് അത് എടുക്കാൻ പറ്റിയില്ല, അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വരച്ച് കണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ആരാന്ന്. എന്നിട്ട് ആ വ്യക്തി കാണണ വരെ ഞാനത് എൻ്റെ പരമാവധി ഞാനത് എങ്ങനെയെങ്കിലൊക്കെ ആൾ കാണണമല്ലോ അവൾ വരച്ച പടം. അപ്പോൾ ആൾക്കിങ്ങനെ അയച്ചു കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ട്. ആൾക്കല്ല, അതായിരുന്നു ഞാൻ പറയാം. വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചുള്ളത് ആരാന്ന്. അപ്പോൾ അയച്ചു കൊടുക്കണം. കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് വരയ്ക്കണം എന്നുള്ളത്. ഇപ്പം പടം വരയ്ക്കാറൊന്നുമില്ല, സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ വരയ്ക്കണം. അപ്പോൾ അങ്ങനെ പോകുന്ന വിശേഷം. ചുണ്ടപ്പ് ഷോപ്പിങ്ങിന് പോയതാണ്, അമ്മേനെ കൊണ്ടുപോണ്ട്. ചൂട് ചുണ്ടപ്പ് ചുണ്ടപ്പനെ ഒഴിപ്പിച്ച കയ്യില് ക്യാരറ്റിന്റെ കളി കമ്മനിക്ക് തന്നെ. അമ്മക്ക് തക്കാളി അമ്മനിക്ക് തക്കാളി ഇടുവായോ അമ്മയുടെ മടി ഇരിക്കവാ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ അടുത്ത് സഫീർ മാള്. ഞങ്ങൾ ചിലപ്പോൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കാറ്. കാരണം ഞങ്ങളുടെ പഴയ റൂമോടെ അടുത്തായ കാരണം ഞങ്ങൾ മിക്കപ്പോഴും വരാറുണ്ട്. ഇതിൻ്റെ ഉള്ള സിനിമ തിയേറ്ററൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ കൂടുതലും മൂവി കാണാൻ വരാറ് ഇവിടെയാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മുടെ പഴയ റൂമിലേക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ മറ്റുള്ള മാളിനെ വെച്ചെങ്കിൽ ചെറുതാണ്. അത് കാരണം നമുക്ക് പെട്ടെന്ന് ഇവളെയും കൊണ്ട് പോകാൻ എളുപ്പമാണ്. പിന്നെ അങ്ങനെ ഇവിടേക്ക് വന്നെന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ഇതേ റൂമിലേക്ക് പോവാണ്. ചെന്നിട്ട് വേണം ഇനിയിപ്പോൾ കറി വെക്കണം. കാരണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ലോങ് വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിയ വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത്.
പക്ഷേ എന്തോ പറ്റിയില്ല. ഒന്ന് ഇവൾ സമ്മതിക്കില്ല. അവൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ വാശിയാണ് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട്. അത് കാരണം ലെങ്ത്ത് വീഡിയോ ഇപ്പോൾ ഇടാൻ പറ്റുന്നില്ല. നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല നല്ല വീഡിയോസ് ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഇപ്പോൾ പറ്റുന്നില്ല. അവൾ മൊത്തത്തിൽ എന്തോ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ വ്യൂസും കുറഞ്ഞു തുടങ്ങി. അപ്പോൾ എന്തെങ്കിലും നമ്മൾ നോക്കണം, ട്രൈ ചെയ്ത് വരണം. ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ഇടണം. അങ്ങനെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ മത്തങ്ങ എരിശ്ശേരി വെക്കാനുണ്ട് പോണം. മത്തങ്ങയും പയറും എരിശ്ശേരി അത് വെക്കണം. പിന്നെ മോര് കറി ഉണ്ടാക്കണം. അത് ഞാനിപ്പോൾ അതിൻ്റെ സൈഡ് കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇൻഡക്ഷൻ കുക്കർ ആയ കാരണം നമ്മൾ ഇതുമ്പോൾ തന്നെ വേണം ഓരോന്ന് വെക്കുക. ഇൻഡക്ഷനും തന്നെ അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞാലും മറ്റേത് വെക്കാൻ പറ്റും. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ അവളിപ്പോൾ സുജോൻ്റെ അടുത്താണ്. സുജോ എനിക്ക് ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. തീരെ വയ്യ, എന്തോ ക്ഷീണം പോലെ ആയിരുന്നു. അപ്പോൾ സുജോ ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. മത്തങ്ങയൊക്കെ ഞാൻ പരിഞ്ഞ് വെച്ചു. അതിനിടയ്ക്ക് ഞാൻ ഫുഡും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ അരപ്പൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി സിജു പപ്പടമൊക്കെ വന്ന് സിജു കാച്ചിക്കൊള്ളുന്നു. അവൾക്ക് അതിനിടെ കൂടെ ഞാൻ ഫുഡ് കൊടുക്കാൻ പോകുന്നു. അവൾക്ക് മീൻ വറുത്തതാണ് സ്പെഷ്യലായിട്ട് അവൾക്ക്. അപ്പോൾ മീൻ വറുത്തത് ചോറക്കുട്ടി അവൾക്ക് ഞാൻ ഫുഡ് കൊടുക്കാൻ പോവാണ്. ഇത് എരിശ്ശേരി ഇതായി, ഇനി അത് മൂപ്പിച്ചിടണം. അത് സിജു ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അവൾക്ക് ഇനി ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. ആണ് ഇവിടെ കുക്ക് ചെയ്യുന്നത്. കൊച്ചിന് ചോറ് കൊടുക്കാണ്. അപ്പം അത് കാരണം സിജു ചേട്ടനെ ഏൽപ്പിച്ചു മൂപ്പിക്കാൻ അല്ലേ. മുളകിട്ട് വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ടുണ്ട് പപ്പടം, മത്തങ്ങ എരിശ്ശേരി. അപ്പോൾ കഴിക്കട്ടെ കേട്ടോ.